പാലക്കാട് മുതലമടയിൽ വിദ്യാർത്ഥിനിയും യുവാവും തൂങ്ങി മരിച്ച നിലയിൽ അർച്ചന, ഗിരീഷ് എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുതലമട പത്തിച്ചിറയിലെ വീട്ടിലാണ് അർച്ചന മരിച്ചത്. ഗിരീഷിനെ മിനുക്കുംപാറയിലെ വീടിന് സമീപമാണ് മരിച്ച നിലയിൽ കണ്ടത്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, ഈ രണ്ട് തൂങ്ങി മരണങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്നാണോ പോലീസ് പറയുന്നത്? എപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്? ലക്ഷ്മി, ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് രണ്ടുപേരെയും രണ്ട് സ്ഥലത്തായി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അർച്ചന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഗിരീഷ് അവിടെ 21 വയസ്സാണ് ഗിരീഷിനുള്ളത്. ഇവർ രണ്ടുപേരും ബന്ധുക്കളാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ അർച്ചന ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം വീട്ടിൽ അമ്മ എത്തിയ സമയത്താണ് വീടിനകത്ത് അർച്ചനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ ഗിരീഷിന്റെ വീട് മുതലമടയിലെ മിനുക്കംപാറയിലാണ്, ചുള്ളിയാർ ഡാമിന് സമീപം. മിനുക്കംപാറയിലെ വീടിന് സമീപത്ത് ഗിരീഷിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. പക്ഷേ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് തൂങ്ങി മരിക്കാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ഇനി വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പോലീസും സംഭവ സ്ഥലത്ത് എത്തിയതേ ഉള്ളൂ. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളെല്ലാം തന്നെ നാളെയാണ് ഉണ്ടാകുക എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അവിടെയും പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ സ്ഥലത്തുണ്ട്. അവർക്കും ഈ മരണകാരണം സംബന്ധിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല. എന്തായാലും രണ്ടുപേരും ഏറെക്കുറെ ഒരേ സമയത്ത് തന്നെയാണ് രണ്ടിടങ്ങളിലായി തൂങ്ങി മരിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.